എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാരിൽ മഹാഭൂരിഭാഗം ആൾക്കാരും പറയാറുള്ളത് വന്ന ഉടനെ ഡോക്ടറെ ആസിഡിറ്റീൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. മറ്റു ചിലർ പറയും അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആണെന്നാണ്, അവർ ഉറപ്പിച്ച് പറയുകയാണ് ഗ്യാസ്ട്രൈറ്റിസ് ആണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഒരു വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളതിനെ അൺട്രീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെയൊക്കെ ഇത് വളരെ വലിയ സങ്കീർണതകളിലേക്ക് എത്തിക്കാറുമുണ്ട്. പലപ്പോഴും നമ്മുടെ വിചാരം നമുക്ക് വരുന്ന ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറ് വീർത്ത് വരിക അല്ലെങ്കിൽ അല്പസ്വല്പമായിട്ട് വരുന്ന എരിച്ചിലും പോച്ചലും ഒക്കെ ആസിഡിറ്റീൻ്റെ പ്രശ്നമാണെന്നാണ്. പലപ്പോഴും എന്നാൽ അങ്ങനെയല്ല. മഹാഭൂരിഭാഗം ആൾക്കാർക്കും ഹൈപ്പോക്ലോർഹൈഡ്രിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ച് അറിയുക പോലുമില്ല. ഹൈപ്പോക്ലോർഹൈഡ്രിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്റ്റൊമക്ക് ആസിഡിൻ്റെ അളവ് കുറയുന്നതാണ്. അപ്പോൾ ഹൈപ്പോ ആസിഡിക് കണ്ടീഷൻ എന്ന് നമുക്ക് എളുപ്പത്തിൽ അതിനെ പറയാം. ഇത്തരത്തിൽ ഹൈപ്പോ ആസിഡിക് കണ്ടീഷനായ ആൾക്കാരെ ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി കൂടിയത് കൊണ്ടുള്ള പ്രശ്നമായിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക? പലപ്പോഴും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മുടെ ബേക്കിംഗ് സോഡ ടെസ്റ്റാണ്. അതായത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു 6 ഔൺസ് വെള്ളത്തിനകത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു 200 ml വെള്ളത്തിനകത്ത് നമ്മൾ തണുത്ത വെള്ളത്തിനകത്ത് നോർമൽ വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ കുടിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കുക. ഒരു 3 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ബർപ്പ് വരുന്നുണ്ടെങ്കിൽ, ഏമ്പക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ആസിഡിക് ആണ്. നിങ്ങളുടെ സ്റ്റൊമക്ക് ആസിഡ് ആവശ്യത്തിനധികം ഉണ്ട്. നോർമലി ഒരു 3 തൊട്ട് 5 മിനിറ്റിനകത്താണ് നമ്മുടെ ഈ ബർപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഏമ്പക്കമായിട്ട് പുറത്തേക്ക് വരേണ്ടത്. 3 തൊട്ട് 5 മിനിറ്റിനകത്ത് ഇങ്ങനെ ഒരു ഏമ്പക്കം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള സ്റ്റൊമക്ക് ആസിഡ് ഉണ്ട് എന്നും, 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ഈ പറയുന്ന ബർപ്പിംഗ് അല്ലെങ്കിൽ ഏമ്പക്കമായിട്ട് പുറത്തേക്ക് ഗ്യാസ് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റൊമക്ക് ആസിഡ് കുറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നവും ആയിരിക്കാം. എന്താണ് ഈ സ്റ്റൊമക്ക് ആസിഡ് കുറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ? സ്റ്റൊമക്ക് ആസിഡ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള പ്രോട്ടീനിനെ ദഹിപ്പിക്കാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പ്രോട്ടീൻ ദഹനത്തിന് നടക്കുന്നില്ലെങ്കിൽ പലപ്പോഴും പ്രോട്ടീൻ്റെ ദഹനത്തെ അത് ബാധിക്കുകയും അത് നിങ്ങൾക്ക് വയറ് വീഴ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ശരീരത്തിനകത്ത് വൈറ്റാമിൻ B12 പോലെയുള്ള വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ചില ന്യൂട്രീഷൻ്റെ അഭാവം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ക്രമേണ അത് നിങ്ങളുടെ നാഡികളുടെ ആരോഗ്യത്തെ ബാധിക്കാനും നിങ്ങൾക്ക് തരിപ്പും അതുപോലെ തന്നെ അതികഠിനമായ ഫറ്റീഗ് സിൻഡ്രോം അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഇത് വർദ്ധിപ്പിക്കാറുമുണ്ട്. ഹൈപ്പർ അസിഡിറ്റിയാണ് പലപ്പോഴും നിങ്ങൾക്ക് നെഞ്ചരിച്ചിലായിട്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നെഞ്ചരിച്ചിൽ വരിക അല്ലെങ്കിൽ അതുപോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബേക്കിംഗ് സോഡ ടെസ്റ്റിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഹൈപ്പോ അസിഡിക് ആണെങ്കിൽ, സ്റ്റൊമക്ക് ആസിഡ് കുറഞ്ഞിട്ടുള്ള ബ്ലോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ മറികടക്കാം? ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനെഗറിനെ ആദ്യകാലത്തൊക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാം. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ലെങ്കിൽ പോലും ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ മെഡിക്കൽ ഈ കണ്ടീഷൻ റിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള കാലഘട്ടത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കാം. 1 സ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിന് മുമ്പോ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വയറ് വീർക്കുന്ന പ്രശ്നം വളരെ കുറഞ്ഞു വരുന്നതായിട്ട്, നിങ്ങൾക്ക് ഏമ്പക്കം പുറത്തേക്ക് ഗ്യാസിനെ കളയുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് അതായത് ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അത് നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. ഇനി ഹൈപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈപ്പർ ആണെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക, നിങ്ങളുടെ ഭക്ഷണത്തിനകത്തുള്ള വളരെ എരിവും പുളിയൊക്കെയുള്ള സാധനങ്ങൾ ക്രമാനുഗതമായിട്ട് കുറച്ച് കൊണ്ടുവരിക, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. ഇതൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇത് നിങ്ങളുടെ വയറ്റിനകത്തുള്ള ചില ബാക്ടീരിയകളുടെ ഗ്രോത്തുമായിട്ടൊക്കെ നിങ്ങൾക്കതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയകളുടെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള റിസോഴ്സിൽ കൂടി നിങ്ങൾക്ക് അതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് പോലും ഉള്ള സാഹചര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അതിനുള്ള പ്രോട്ടോക്കോള് കൺസേൺഡ് ഡോക്ടറുടെ അടുത്ത് നിന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ട്രിപ്പിൾ തെറാപ്പി എന്ന രീതിയിൽ
ഈ എച്ച് പൈലോറിനെ കൊല്ലാനുള്ള ചില ആൻറ്റിബയോട്ടിക്കുകൾ അടക്കമുള്ള ചില മരുന്നുകൾ അവർ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എച്ച് പൈലോറിയെ മാറ്റുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിൽ തിരിച്ചു വരുന്നവർക്ക് ഈ ആൻറ്റിബയോട്ടിക്സിനോട് റെസിസ്റ്റൻസ് ഉള്ള ഒരു രൂപത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നത്ര ആൻറ്റിബയോട്ടിക്കുകൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ആ രീതിയിൽ മാനേജ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണപ്രദമാവുക. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഹൈപ്പോക്ലോറോഹൈഡ്രിയ എന്ന് പറയുന്ന കണ്ടീഷൻ, ഹൈപ്പർ അസിഡിറ്റി ഉള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റൊമക്ക് ആസിഡ് കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ എച്ച് പൈലോറി പോലെയുള്ള ചില ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് നിങ്ങൾ എൻഡോസ്കോപ്പി ചെയ്ത് RUT പോസിറ്റീവ് ആണെങ്കിൽ, റാപ്പിഡ് യൂറിയസ് ടെസ്റ്റൊക്കെ പോസിറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ എച്ച് പൈലോറി പ്രസൻ്റ് ആണെന്നൊക്കെ പൊതുവായിട്ട് പറയാറുണ്ട്. ഇനി ഇത് രണ്ടും അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ചിലവരൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിലേക്ക് ഓടുന്ന ആൾക്കാരുണ്ടാവാം. പലപ്പോഴും മെജോറിറ്റി ആൾക്കാരിൽ ഇതിനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ IBS എന്നാണ് പറയുക, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പലപ്പോഴും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളുടെ ഗ്രോത്തുമായിട്ടാണ്. അല്ലെങ്കിൽ ഡിസ്ബയോസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ടീരിയ ഇരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ട രൂപത്തിൽ ഇരിക്കാത്തപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റൊമക്ക് ചെറുകുടലിനകത്ത് ഈ പറയുന്ന ബാക്ടീരിയയുടെ അളവ് വളരെ വളരെ കുറവാണ്. ലാർജ് ഇൻഡസ്ട്രിയിലിനകത്താണ് ഇത് മില്യൺസിനായിട്ടുള്ളത്. പക്ഷേ സ്റ്റൊമക്ക് ആസിഡ് കുറയുന്ന അവസരങ്ങളിലോ അതുപോലെ തന്നെ നമ്മൾ എൻറ്റാസിഡുകൾ ഉപയോഗിക്കുന്ന സമയങ്ങളിലോ അങ്ങനെയുള്ള ഫേവറബിൾ ആയിട്ട് ബാക്ടീരിയക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഈ താഴെ ലാർജ് ഇൻഡസ്ട്രിയിൽ വൻകുടലിൽ കിടക്കുന്ന ബാക്ടീരിയകൾ ചിലതൊക്കെ മുകളിലോട്ട് കയറി വരാം. അത്തരത്തിൽ വരുന്ന ബാക്ടീരിയകൾ കൊണ്ട് നിങ്ങൾക്ക് ബ്ലോട്ടിങ് പോലെയുള്ള പ്രശ്നങ്ങളോ സിബോ, സ്മോൾ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാം. ഇത്തരം ആൾക്കാർക്ക് വളരെ നന്നായിട്ട് ഏമ്പക്കം പോവുക, കിഴിവായി വരുക പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. മിക്ക ആൾക്കാരിലും ഇത് അസോസിയേറ്റഡ് വിത്ത് ലൂസ് സ്റ്റൂൾസ് ആയിരിക്കാം. അവർക്ക് ദഹിക്കാതെ ഭക്ഷണങ്ങൾ പുറത്തേക്ക് പോവുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവാം. ഇതൊക്കെ സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് ബാക്ടീരിയയുടെ ഓവർഗ്രോത്ത് കൊണ്ടുണ്ടാകുന്നതാണ്. ചിലപ്പോഴെങ്കിലും ഇത്തരമുള്ള പ്രശ്നങ്ങൾ സിബോ തന്നെ ആവണമെന്നില്ല. സിഫോ എന്ന് പറയുന്ന കണ്ടീഷൻ ആവാം, സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ഫംഗൽ ഓവർഗ്രോത്ത് ആവാം. ഇത്തരത്തിൽ ഫംഗൽ ഓവർഗ്രോത്ത് കുടലിനകത്തുള്ളവർക്ക് അതിൻ്റെതായ ചില ലക്ഷണങ്ങളൊക്കെ അവർ കാണിക്കാറുണ്ട്. ഫംഗസിൻ്റെതായിട്ടുള്ള ചില ഇറിറ്റേഷൻസും കാര്യങ്ങളും അലർജി പോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവർ ചിലപ്പോഴൊക്കെ കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഫംഗസും വയറ്റിനകത്തല്ല ഇരിക്കുന്നത്, സൂപ്പർഫിഷ്യലായിട്ടുള്ള ഫംഗസുകളും ധാരാളമുണ്ട്. അപ്പോൾ വയറ്റിനകത്തുള്ള ഫംഗസുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില സമയത്ത് ഇത് പാരസൈറ്റിക് ഓവർഗ്രോത്ത് കൊണ്ട് സിപ്പോ എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് ചില പാരസൈറ്റുകൾ, ചില പുറമേ നിന്നുള്ള ചില ജീവികളൊക്കെ അതിനകത്ത് വളരുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടും ഇത്തരത്തിലുള്ള ഈ ലൂസ് സ്റ്റൂൾസ് പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം. എപ്പോഴും ഈ IBS എന്ന് പറയുന്ന ലൂസ് സ്റ്റൂൾസ് ആവണമെന്നില്ല. ചിലപ്പോൾ ലൂസ് സ്റ്റൂൾസ് ഉള്ളവർക്ക് ഉണ്ടാവും. ചിലവർ കോൺസ്റ്റിപ്പേഷൻ, IBS കൊണ്ട് മലബന്ധം ഉണ്ടാകുന്ന ആൾക്കാരും ഉണ്ട്. മലബന്ധവും ലൂസ് സ്റ്റൂൾസും മാറി മാറി വരുന്ന മിക്സഡ് വെറൈറ്റി IBS ഉള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു തത്വദീക്ഷിതയും ഇല്ലാതെ വായി തോന്നിയതുപോലെയൊക്കെ നമ്മൾ പ്രോബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്ന വളരെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ബാക്ടീരിയകളുടെ ഓവർഗ്രോത്ത് ആണ് ഉള്ളതായിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നിങ്ങൾ കൃത്യമായ അനുപാതത്തിലല്ലാതെ ശരിയല്ലാത്ത സ്ട്രെയിനിൽപ്പെട്ട ബാക്ടീരിയകളെ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാനും നിങ്ങൾക്ക് ബ്ലോട്ടിങ് വർദ്ധിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടിയിട്ട് മറികടക്കാൻ പറ്റുന്ന, പൂർണ്ണമായിട്ടും മറികടക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഫംഗസ് ആണെങ്കിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ വേറെ രീതിയിൽ പോകേണ്ടി വരും. ചില സമയത്ത് നിങ്ങളുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിന് വൈറ്റാമിൻ ഡിയോ സിങ്കോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലും ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇനി എല്ലാ പ്രശ്നങ്ങളും IBS ആവണമെന്നില്ല. ഇതേപോലെ നമ്മൾ ലാർജ് ഇൻറ്റെസ്റ്റൈനെ ബാധിക്കുന്ന, ലാർജ് ഇൻറ്റെസ്റ്റൈനെ മാത്രമല്ല നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്ന IBD വിഭാഗത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ. IBD വിഭാഗത്തിൽപ്പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ്. നിങ്ങളുടെ കോളനിൽ അല്ലെങ്കിൽ വൻകുടലിൽ മാത്രമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. സാധാരണഗതിയിൽ ബ്ലഡി സ്റ്റൂൾസ് അല്ലെങ്കിൽ മലത്തിൽ കൂടി രക്തം ധാരാളമായിട്ട് പോവുക, അതിനുകൂടെ
മ്യൂക്കസ് പോവുക, അല്ലെങ്കിൽ പഴുപ്പ് പോവുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇത് നമ്മൾ IBD എന്നുള്ള രീതിയിലേക്ക് എടുക്കുക. ചിലവർക്ക് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന പ്രശ്നമായിരിക്കും. ക്രോൺസ് ഡിസീസ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവുക, മോൾ ഭാഗത്താണ്, നമ്മുടെ ദഹന വ്യവസ്ഥയുടെ മോൾ ഭാഗത്തൊക്കെയാണ് ഉണ്ടാവുക. അതിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ടാണ് ഇത് ഏത് പ്രശ്നമാണെന്ന് മനസ്സിലാവുക. പക്ഷെ എന്ത് രീതിയിലാണെങ്കിലും IBD എന്ന രോഗം ആയിട്ട് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് വെറും വയറ്റിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല. അതിനെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക വഴിയാണ് നിങ്ങൾക്ക് അതിനെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ IBD ആയാലും IBS ആയാലും സ്റ്റൊമക്ക് ആസിഡ് വർദ്ധിച്ചിട്ടുള്ള പ്രശ്നമാണെങ്കിലും സ്റ്റൊമക്ക് ആസിഡ് കുറഞ്ഞിട്ടുള്ള പ്രശ്നമായെങ്കിലും നിങ്ങൾക്ക് പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇത് കൃത്യമായ ഇടപെടൽ കൂടി പൂർണ്ണമായിട്ടും തന്നെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നതുമാണ്.